Hello all, welcome back to Learnino and once again happy new year. So ഇലക്ട്രോണിക്സ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ സർപ്രൈസിംഗ് ആയിട്ടാണ് 2025 വന്നിരിക്കുന്നത്. രണ്ട് എക്സാംസിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നിട്ടുണ്ട്. അതിൽ ഒന്ന് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജുകളിലേക്കുള്ള ലെക്ചറർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പോസ്റ്റ്. അപ്പോൾ കുറച്ചധികം അഡ്വൈസുകൾ ലാസ്റ്റ് ടൈം പോയിട്ടുള്ള ഇപ്പോഴും നമുക്ക് വേക്കൻസീസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നാണ് നമ്മൾ നോട്ടിഫിക്കേഷനിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് വേക്കൻസീസ് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ടീച്ചിങ് പോസ്റ്റ് ആണ് ലെക്ചറർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. അപ്പോൾ ടീച്ചിങ് പാഷൻ ആയിട്ടുള്ളവർക്കൊക്കെ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ്. ഇതിനോടൊപ്പം തന്നെ വന്നിരിക്കുന്നതാണ് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിന്റെ നമുക്ക് ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ്, ഏജ് ലിമിറ്റ് എങ്ങനെയാണ്, അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഒപ്പം നമ്മൾ ലേണിനോ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സിന്റെ ഡീറ്റെയിൽസും നമുക്കത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കാറ്റഗറി നമ്പർ 720/2024 ആണ് ഇതിന്റെ ഈ ഒരു പോസ്റ്റിന്റെ കാറ്റഗറി എന്ന് പറയുന്നത്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ലെക്ചറർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ടു ഗവൺമെന്റ് പോളിടെക്നിക് കോളേജസ്. AICTE സ്കെയിലാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. വേക്കൻസി ഞാൻ ഓൾറെഡി പറഞ്ഞു, ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം വേക്കൻസീസ് എക്സ്പെക്ട് ചെയ്യാം. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് January 29th ആണ്. സോ ക്വാളിഫിക്കേഷൻ നോക്കി എലിജിബിൾ ആയിട്ടുള്ളവരെല്ലാം തന്നെ അപ്ലൈ ചെയ്യുക. പലപ്പോഴും നമുക്ക് പല എക്സാംസിന്റെയും നമ്മൾ ഈ പോസ്റ്റേഴ്സ് ഒക്കെ ഇടുന്ന സമയത്ത് ഈ എക്സാം അപ്ലൈ ചെയ്യാനുള്ള ടൈം കഴിഞ്ഞോ, അതായത് എക്സാമിന്റെ സിലബസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്താണ് ഇനി അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പൊ പലരും അലേർട്ട് അല്ല, അല്ലെങ്കിൽ എന്താ പറയാ, എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്, എത്ര ദിവസം കൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പം ജസ്റ്റ് വർഷങ്ങളായിട്ട് ടെക്നിക്കൽ PSC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ വിഷയമല്ല. പക്ഷെ ജസ്റ്റ് ഇപ്പം ഡിപ്ലോമ കഴിഞ്ഞവർ അല്ലെങ്കിൽ BTech കഴിഞ്ഞവരൊക്കെ ഇത് എലിജിബിൾ ആയിട്ടുള്ളവർ, അവർക്ക് എപ്പോഴാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് പഠിച്ചു തുടങ്ങേണ്ടത് എന്നുള്ളതൊന്നുമില്ല. അപ്പൊ PSC തുടക്കക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഉടനെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. സോ ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനി പോളിടെക്നിക് ലെക്ചറർ ഇലക്ട്രോണിക്സ് നമ്മുടെ ഒരു പ്രീമിയം കോഴ്സ് ലേണിനോ ആപ്പിൽ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. സോ ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഒരു പ്രീമിയം കോഴ്സ് തന്നെയായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രേഡ്സ്മാൻ, ഡെമോൺസ്ട്രേറ്റർ, ജൂനിയർ ഇൻസ്ട്രക്ടർ, അസിസ്റ്റന്റ് പ്രൊഫസർ ഒക്കെ നമ്മൾ കോഴ്സസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് സ്റ്റുഡൻസ് ജോയിൻ ചെയ്ത് നല്ല രീതിയിൽ എക്സാം എഴുതി ലിസ്റ്റിലൊക്കെ കുറെ ഉദ്യോഗാർത്ഥികളെ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള കോഴ്സുകളാണ് ഈ പറഞ്ഞത്. അപ്പൊ അതേപോലെ തന്നെയായിരിക്കും പോളിടെക്നിക് ലെക്ചറർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നതും. അപ്പൊ ഇതിൽ നമ്മളിപ്പോ ഒരു ബെസ്റ്റ് പ്രൈസിലാണ്, നമ്മളിപ്പോ 999 എന്ന് പറയുന്ന ഒരു ബെസ്റ്റ് പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് അല്ല നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെന്റ് ഓപ്ഷൻസും ഉണ്ട്. പക്ഷെ വൺ ടൈം പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ 999 നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അത് കൂടാതെ നമ്മുടെ ബുക്ക് ബണ്ടിൽ എന്ന് പറയുന്നത് ഈസി ബുക്ക് ബണ്ടിൽ, നമ്മൾ 4 വോളിയം ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ ബുക്ക് ബണ്ടിൽ, അതായത് 1530 rupees വരുന്ന ബുക്ക് ബണ്ടിൽ തികച്ചും ഫ്രീ ആയിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുന്നവർക്കെല്ലാം തന്നെ അതും ഫ്രീ ആയിട്ട് നമ്മൾ കൊറിയർ ചെയ്ത് തരുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടെ നമ്മൾ ഈ ഒരു കോഴ്സിനുണ്ട്. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ മറ്റുള്ള കോഴ്സുകളെല്ലാം നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ സിലബസ് അനുസരിച്ചിട്ടുള്ള ലെക്ചേഴ്സ്, MCQs, then PDF സ്റ്റഡി മെറ്റീരിയൽസ്, ടെസ്റ്റ് സീരീസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അത് കൂടാതെ നമ്മൾ മാരത്തോൺ MCQs ഉണ്ടാവും. ഒപ്പം നമ്മൾ ഇന്ററാക്റ്റീവ് ലൈവ് സെഷൻസും കൂടെ നമ്മൾ കൊണ്ടുവരികയാണ്. മുന്നേ നമ്മൾ പല കോഴ്സുകളിലും ലൈവ് സെഷൻസ് ഇല്ല എന്നുള്ള ഒരു പരാതി പലർക്കും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇനി ആ ഒരു ലൈവ് സെഷൻസും കൂടെ, ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ലൈവ് സെഷൻസ്, അത് ഫാക്കൽറ്റീസ് ജസ്റ്റ് പറഞ്ഞു പോവുകയല്ല, അത് സ്റ്റുഡൻസിന് കൂടെ ഇന്ററാക്ട് ചെയ്തിട്ട് അവരുടെ ഇൻസൈറ്റ്സും കൂടെ ഷെയർ ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, വിച്ച് മീൻസ് ഇതൊരു ടീച്ചിങ് ജോബാണ്, ടീച്ചിങ് പ്രൊഫഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യുന്നവർക്കും കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടാവും അവരുടെ ഇൻസൈറ്റ്. അപ്പൊ അതിനും കൂടെ ഉള്ള ഒരു അവസരം. കാരണം നമ്മൾ എപ്പോഴും, ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, പഠിപ്പിക്കുക എന്നുള്ളതാണ് പഠിക്കാനുള്ള ഏറ്റവും നല്ലൊരു വഴി എന്ന് പറയുന്നത്. അപ്പൊ അതിനും കൂടിയുള്ള ഒരു അവസരം തരുന്ന രീതിയിലായിരിക്കും. അപ്പൊ അതൊക്കെ ഒരു സർപ്രൈസ് ആണ്, അല്ലെങ്കിൽ അതൊരു സസ്പെൻസ് ആണ്. അതിന്റെ ബാക്കിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഇതിന്റെ കോഴ്സിന് ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിലേക്ക് നമ്മൾ അറിയിക്കുന്നതായിരിക്കും.
നെക്സ്റ്റ് വീക്ക് മുതൽ, അതായത് ജാനുവരി ഒരു 6th മുതൽക്ക് നമ്മൾ ഇതിൽ ഡെയിലി സ്റ്റഡി ഗോൾ കൂടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നോർമലി നമ്മൾ സ്റ്റഡി ഗോൾ ഒക്കെ കൊടുക്കുന്നത് സിലബസ് ഒക്കെ വന്ന എക്സാമിന് ഒരു 2-3 months ഉള്ള സമയത്താണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു പോളിടെക്നിക് ലെക്ചറർ കോഴ്സിന് നമ്മൾ ഒരു ലോങ് ടേം സ്റ്റഡി ഗോൾ തന്നെ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന്റെ സിലബസ് ഡിസ്കഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് പറയാം. അതിന്റെ സ്റ്റഡി പ്ലാൻ എങ്ങനെയായിരിക്കും, അതായത് നമുക്ക് ഓരോരോ ടോപ്പിക്സ്, നമുക്ക് ഏകദേശം ഒരു 200 ടോപ്പിക്സ് ആണ് നമ്മൾ ഇതിനകത്ത് പോയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ടോപ്പിക്സ് ആയി പഠിച്ചു പോകുന്ന രീതിയിലാണ് ഇപ്പം പ്ലാൻ ചെയ്യുന്നത്. ഇനി എക്സാം എപ്പോൾ വരും എന്നുള്ളത് നമുക്കിപ്പോൾ ഈ ഒരു വർഷത്തെ കലണ്ടർ വരുമ്പോൾ നമുക്ക് ഏത് സ്ലോട്ടിൽ വരും എന്നറിയാം. അപ്പൊ നമുക്ക് നേരത്തെ വരുവാണെങ്കിൽ അതിനനുസരിച്ച് സ്പീഡപ്പ് ആക്കാം, അല്ലെങ്കിൽ സ്ലോ ആയിട്ട് പഠിച്ചു തുടങ്ങാം, പക്ഷേ ഇൻ ഡെപ്തിൽ നമുക്ക് പഠിച്ചു തുടങ്ങാം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് സസ്പെൻസുകൾ കൂടെയുള്ള ഒരു കോഴ്സ് ആയിരിക്കും പോളിടെക്നിക് ലെക്ചറർ ഇലക്ട്രോണിക്സ്. ഓക്കെ, സോ ഞാൻ കോഴ്സിനെ കുറിച്ച് ഇത്രയും പറയുന്നുള്ളൂ. നമുക്ക് അഗെയിൻ നമുക്ക് ആ നോട്ടിഫിക്കേഷനിലേക്ക് തന്നെ വീണ്ടും പോവാം. യെസ്, ഏജ് ലിമിറ്റ് 20 to 39 ആണ് ഈ ഒരു പോസ്റ്റിൽ നമുക്ക് ഏജ് ലിമിറ്റ് വരുന്നത്. ദാറ്റ് ഇസ് 21/1985 to 11/2004. ബോത്ത് ഡേറ്റ്സ് ആർ ഇൻക്ലൂഡഡ്. ഈ ഒരു പോസ്റ്റിലേക്ക് എലിജിബിൾ ആണ്. ഇനി നമുക്ക് ഏജ് റിലാക്സേഷൻ വരുന്ന കാറ്റഗറീസിന് അതിനനുസരിച്ചിട്ട്, കമ്മ്യൂണിറ്റി കാറ്റഗറീസിന് അതിനനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പൊ അവർ അത് കൂടെ നോക്കുക. അതേപോലെ തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിട്ടുള്ള അവർക്കും ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ അതിന്റെ എലിജിബിലിറ്റി കൂടെ ചെക്ക് ചെയ്യുക. ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി. കുറെ പേര് നമുക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് ഫസ്റ്റ് ക്ലാസ് നിർബന്ധം ഉണ്ടോ എന്നുള്ളത്. ഫസ്റ്റ് ക്ലാസ് നിർബന്ധമുണ്ട്, അത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ ബേസിക് ക്വാളിഫിക്കേഷൻ ഒരു ഓർഡർ ഓഫ് പ്രിഫറൻസും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഡിഗ്രി ഇൻ ഇലക്ട്രോണിക്സ് ആണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. Okay, then degree in applied electronics, then degree in electronics and communication engineering. നമ്മൾ ബിടെക് എന്ന് പറയുന്നത് ഡിഗ്രി ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. അപ്പൊ ആ രീതിയിലായിരിക്കും ഓർഡർ ഓഫ് പ്രിഫറൻസ് വരുന്നത്. ഇനി നമുക്ക് ഇതില് ഈ ക്വാളിഫിക്കേഷൻ കൂടാതെ നമുക്ക് ഇപ്പം ഹയർ ക്വാളിഫിക്കേഷൻ ഇൻ ദ സെൻസ്, ഇപ്പൊ നമ്മൾ PhD MPhil ഒക്കെ ചെയ്തവർക്ക് നമ്മൾ അതിൽ അഡീഷണൽ മാർക്കും കൂടെ ഇതിനകത്ത് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു കാര്യങ്ങളും കൂടെ, അതിന്റെ ഒരു വെയിറ്റേജ്, അവർക്ക് അവാർഡ് ചെയ്യുന്ന മാർക്ക് വെയിറ്റേജ് കൂടെയാണ് താഴെയുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അതിന്റെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് കൂടെ കിട്ടും. ടീച്ചിങ് പോസ്റ്റ് ആയതുകൊണ്ട് ആ ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അത് ഇലക്ട്രിക്കൽ കഴിഞ്ഞവർക്ക് എഴുതാൻ പറ്റുമോ, ബയോമെഡിക്കൽ കഴിഞ്ഞവർക്ക് എഴുതാൻ പറ്റുമോ. അതിൽ കൃത്യമായി അത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ് എലിജിബിൾ എന്നുള്ളത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇനി അതില് നമുക്ക് ഏതെങ്കിലും ഇക്വാലന്റ് വരുന്നതോ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ. ഇനി മറ്റുള്ള അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇലക്ട്രോണിക്സ് പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക്സുകാർക്ക് തന്നെയായിരിക്കും അതിന്റെ ഒരു പ്രിഫറൻസ് വരുന്നത്. അതിൽ പ്രത്യേകം എടുത്ത ഓർഡർ ഓഫ് പ്രിഫറൻസും കൂടെ അതിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഇക്വാലന്റ് വരുന്നവര് ആരൊക്കെയാണെന്നുള്ളത്, അതായത് നമ്മൾ ഇലക്ട്രോണിക്സ് എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇലക്ട്രോണിക്സ് മെയിൻ ആയിട്ട് വരുന്ന ഡിഗ്രി കോഴ്സുകാർക്കായിരിക്കും ഇതിനകത്ത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റാന്നുള്ള ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി ഇതിന്റെ സിലബസിനെ കുറിച്ചാണ് ഞാൻ നേരത്തെ തന്നെ പോളിടെക്നിക് ലെക്ചററിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സിലബസ് നമുക്ക് മുൻവർഷം നടന്നിട്ടുള്ള ഒരു സിലബസ് ആണ് നമുക്ക് ഇപ്പോൾ ഫോളോ ചെയ്യാൻ പറ്റുക. അതിലെന്തെങ്കിലും മാറ്റം വരുമോ എന്നുള്ളത് അറിയില്ല. എനിവേ നമുക്ക് കോർ സബ്ജക്ട്സ് ആയിരിക്കും നമ്മൾ ആദ്യം സ്റ്റഡി ഗോളിൽ നമ്മൾ എടുക്കുന്നത്. ബേസിക് സബ്ജക്ട്സ് അതിന് ശേഷമായിരിക്കും. ബേസിക് സബ്ജക്ട്സ് ഇൻ ദ സെൻസ് നമുക്ക് മെക്കാനിക്കൽ, മാത്സ്, സിവിൽ ഒക്കെ പഠിക്കാനുണ്ട്. കോർ സബ്ജക്ട്സ് നമ്മൾ ഫസ്റ്റ് എല്ലാം തരമാക്കിയതിനു ശേഷമായിരിക്കും നമ്മൾ ബേസിക് സബ്ജക്ട്സിലേക്ക് പോകുന്നത്. അപ്പൊ ആ രീതിയിലായിരിക്കും. സിലബസ് ഡിസ്കഷനും ഞാൻ സ്റ്റഡി പ്ലാനും ഒക്കെ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോയിൽ ചെയ്യാം. അപ്പൊ ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ പ്രൊഫൈലിൽ പോവുക, നോട്ടിഫിക്കേഷൻ നോക്കുക, നിങ്ങൾ അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ളവരെല്ലാം തന്നെ ഡേറ്റിന് മുന്നേ തന്നെ അപ്ലൈ ചെയ്യാം. താങ്ക് യു.